ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരു മീൻകറി വെച്ചാലോ. ഇത് കിളിമീനാണ് കേട്ടോ. കിളിമീൻ എല്ലായിടവും കിളിമീനാണെന്ന് തോന്നുന്നത്. ഞാൻ കിളിമീൻ, പക്ഷേ എനിക്ക് ഈ മീൻ ഇഷ്ടമേ അല്ല. കാരണം ഭയങ്കര സോഫ്റ്റ് മീൻ. എനിക്ക് ഇച്ചിരി കട്ടിയൊക്കെ കറി വെക്കുമ്പോൾ ഇച്ചിരി കട്ടിയായിട്ടൊക്കെ ഉള്ള മീനൊക്കെയാണ് ഇഷ്ടം. ഇത് ഞാൻ അങ്ങോട്ട് വാങ്ങാത്തേ ഇല്ലായിരുന്നു. വറക്കാൻ നല്ലതാണ്, പക്ഷേ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ ഞാൻ ഈ മീൻ കണ്ട ഇത് വാങ്ങും. അന്നേരം നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ, കുറച്ച് ഇഞ്ചി, കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത്. സമയക്കുറവ് കൊണ്ട് ഞാൻ സവാള എടുത്ത് കുറച്ച് തേങ്ങായും എടുത്തിട്ടുണ്ട്. അന്നേരം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ പച്ച അരച്ച് വെക്കുമ്പോൾ ഞങ്ങളിവിടെ വെളുത്തുള്ളി ചേർക്കാറില്ല. അന്നേരം ഇതൊക്കെ നന്നായിട്ടൊരു മഷി പോലെ കരച്ചെടുക്കണം. അന്നേരമാണ് ആ കറിക്ക് നല്ല ഗ്രേവി, നല്ല തിക്നെസ് ഉണ്ടാകും. നല്ല ടേസ്റ്റാണ് കറി കേട്ടോ. അന്നേരം ഞാൻ അതെല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ട്, പക്ഷേ ജാറ് ചെറുതായിരുന്നു, അപ്പോൾ ഞാനത് വലിയ ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഉപ്പ് കൂടിപ്പോയി. ഞാൻ എന്ത് കറി വെച്ചാലും ഉപ്പ് കുറച്ചേ ഇടത്തുള്ളൂ. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അന്നേരം പിന്നെയും ഉപ്പ് വേണമെന്ന് ആ ഒരു രീതിയിൽ ഇടത്തുള്ളൂ. അന്നേരം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഈ മീനിന് അങ്ങോട്ട് എരി പിടിക്കാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു മധുരം പോലെക്കാണ് ഈ മീനിന്. അന്നേരം കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂണോളം ഇട്ടെന്ന് തോന്നി ഞാൻ മുളക് പൊടി. അത് നമ്മുടെ എരിയുടെ ആവശ്യത്തിന്. ഈ മുളകിന് കളറേ ഉള്ളൂ, എരിയില്ല. അന്നേരം ഞാനത് നന്നായിട്ട് മഷി പോലെ കരച്ചെടുത്തിട്ടുണ്ട്. ഇതാ മീനെല്ലാം പുളിയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അന്നേരം നമുക്ക് ആ അരച്ച അരപ്പ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഇടാം. ഇതിനകത്ത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് വേകുന്ന മീനാണ്. ഇതങ്ങ് സ്പോഞ്ച് പോലെ ഇരിക്കുന്ന മീനാണ്. അന്നേരം ആവശ്യത്തിന് വെള്ളവും ഉപ്പും മുളകും എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുപ്പേ വെച്ച് വേവിക്കാം. വിറകടുപ്പിൽ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റല്ലേ. അത് നന്നായിട്ട് അത് പറ്റി വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ്. ഞാനിതെല്ലാം ഇവിടെ വിറക് ഇഷ്ടം പോലെ കൊള്ളുകൊണ്ട് വിറകടുപ്പിലാണ് എടുക്കുന്നത്. അന്നേരം നമുക്കതിനൊന്ന് കടുകൊക്കെ ഒന്ന് താളിക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കൊച്ചുള്ളി ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഫ്രൈ ആകട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ മീനൊക്കെ ആവശ്യത്തിന് പറ്റിയൊക്കെ വന്നിട്ട് പിന്നെ ഇരുന്നൊന്നും പറ്റുമല്ലോ ചട്ടിയിൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി ഉണ്ടല്ലോ, ചതച്ച് ഇട്ടതാണ് കേട്ടോ, പേസ്റ്റാക്കി. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് മീനിന്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വെച്ച് വയ്ക്കുക. ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ വെക്കാം. അന്നേരം ആ ഒരു കറിക്ക് ഇച്ചിരി ഒരു കളർ വരും. എനിക്ക് മീൻ കറിയൊക്കെ ആണെങ്കിൽ നല്ല റെഡ് കളർ ആവണം. എനിക്കതാണ് ഇഷ്ടം. അന്നേരം കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് ആ ഒരു മീൻ കറി ഉണ്ടല്ലോ, കുറച്ച് അങ്ങോട്ടൊന്ന് കോരി ഒഴിക്കുക. അന്നേരത്തേക്ക് പിന്നെ തിരിച്ചങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഇതായിട്ടിരിക്കും. അന്നേരം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ മീൻ കറിയിലോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. പൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ പൊളിക്കാച്ചി ടേസ്റ്റ്. ഇത്തിരി അലങ്കോലപ്പണിക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അന്നേരം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണം. പിന്നെ നിങ്ങളിങ്ങനെയൊക്കെ ഈ മീൻ കറി ഇങ്ങനെ വെച്ചിട്ടുണ്ടോ? അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.